നിന്റെ സ്നേഹത്തിൻ മന്ത്രമുത്തുകൾ അഗ്നിയക്ഷരവേത്തുകൾ ദാനമായി കനിഞ്ഞിലേകി ജീവിതം ധന്യമാക്കണം. ഏകണേ നവരങ്ങളീശ്വര ശക്തിയേകി നയിക്കണേ. എന്നും നേർവഴി കാട്ടി ഞങ്ങളെ നേരുകാക്കുവോരാക്കണം. ഇന്നത്തെ PTA ജനറൽ ബോഡി മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പുത്തൻ തലമുറയെ വാർത്തെടുക്കുന്ന ശില്പികളാണ് അധ്യാപകർ. എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും PTA ജനറൽ ബോഡി മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. മാതാപിതാക്കളായ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്നറിയാം. നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ, നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ നിങ്ങളെ എടുക്കുന്ന ത്യാഗം വളരെയേറെ വലുതാണ്. അതിന് നിങ്ങളെ അഭിനന്ദിക്കുന്നു, നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ മാതാപിതാക്കൾ കുട്ടികളെക്കാട്ടിലും കഴിവുള്ളവരാണ്. ഞാൻ നിങ്ങൾക്ക് 30 സെക്കൻഡ് സമയം തരും. 30 സെക്കൻഡിനുള്ളിൽ ഞാൻ ചെറിയൊരു ടാസ്ക് തരും. ആ ടാസ്ക് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ ഫ്രണ്ടിലേക്ക് വിളിക്കും, പാട്ട് പാടും. ടാസ്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിരിക്കാം, പക്ഷെ നിങ്ങളുടെ തൊട്ട് മുന്നിലെയോ സൈഡിലെയോ സീറ്റുകൾ കാലിയാവും. പേര് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനൊരു മെന്റലിസ്റ്റ് കൂടി കേട്ടോ, മൈൻഡ് റീഡറാണ്. ചെറിയൊരു ടെക്നിക്ക് ചെയ്താലും ഞാൻ സംസാരിക്കുന്നത് 3-4 മിനിറ്റായി. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? എത്ര പേര് വേറെ പല കാര്യങ്ങൾ ആലോചിച്ചിരിപ്പുണ്ട്? ഞാൻ ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. ഞാൻ പറയുന്ന പോലെ എല്ലാവരും ഒന്ന് ചെയ്യണേ. എല്ലാവരും നിങ്ങളുടെ ഇടത്തേക്ക് ഒന്ന് നിർത്താം. ലെഫ്റ്റ് ഹാൻഡ് കുട്ടാ, ലെഫ്റ്റ് ഹാൻഡ് മുനു, ലെഫ്റ്റ് ഹാൻഡ്. ഓക്കെ, തലയിൽ ഒന്ന് തൊടാവോ? ടച്ച് യുവർ ഹെഡ്, ടച്ച് യുവർ ഫോർഹെഡ്, നെറ്റിയിൽ. റബ് യുവർ ചീക്ക്, ചീക്ക് കവിള്. റബ് യുവർ ചിൻ, താടി. വേഗം ചെയ്യണേ. ടച്ച് യുവർ ഹെഡ്, തലയിൽ. ടച്ച് യുവർ ഫോർഹെഡ്, നെറ്റിയിൽ. റബ് യുവർ ചീക്ക്, കവിള്. റബ് യുവർ ചിൻ, താടി. ഒറ്റ റബ് യുവർ ചിൻ, റബ് യുവർ ചിൻ, റബ് യുവർ ചിൻ, ചിൻ 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 ചിന്ന്. പാവമുള്ള ഒരു മോൻ മുഖം മുഴുവൻ കേട്ടിട്ട് ഇതാണ് ഒരുപാട് ഉപദേശത്തിലൊക്കെ. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചുള്ള കുറച്ച് നേരം ആക്ടിവിറ്റീസും ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വേഗം അവസാനിപ്പിച്ചോളാം. ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഥ ഇത്രയേ ഉള്ളൂ. ഒരാൾ ഒരു വൈകുന്നേര സമയത്ത് ഒരു കടലിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകും. ഒരു വൈകുന്നേര സമയത്ത് കടലിന്റെ സൈഡിൽ കൂടി നടന്നു പോകുന്നു. കുറേ ദൂരം നടന്നു പോയപ്പോൾ ഈ കടലിന്റെ സൈഡിൽ ഒരു ഗുഹ കണ്ടു. ഈ ഗുഹയ്ക്കകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ അതിനകത്തൊരു ബാസ്ക്കറ്റ് ഇരിക്കുന്നത് കണ്ടു. ഈ ബാസ്ക്കറ്റിനകത്ത് എന്താണെന്ന് ഇദ്ദേഹം ഈ ബാസ്ക്കറ്റും കൂടി എടുത്തുകൊണ്ട് മുന്നോട്ട് നടക്കാൻ വേണ്ടി തുടങ്ങി. നമുക്കൊക്കെ ഒരു സ്വഭാവമില്ല, വെള്ളത്തിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ കല്ല് കിട്ടി നമ്മൾ എന്നെ എടുക്കും, മോനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ എറിയും. നല്ല രസമല്ലേ തവള ചാടുന്ന. മെസ്സേജ് മനോഹരമായി മനസ്സിലാക്കി തന്ന സാറിന് റിറ്റാലിയൻ ഫാമിലിയുടെ പേരിൽ കൃത്യമായ നന്ദി രേഖപ്പെട്ടു.